ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിയുടെ ഓർഗൻസ് വെച്ചുള്ളൊരു റോസ്റ്റാണ്. അതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഴിയുടെ ലിവർ, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, അതുപോലെ തന്നെ ഹാർട്ട്. ഇതെല്ലാം നന്നായി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്യണം. അതൊന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ഓർഗൻസ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോഴിയുടെ ഓർഗൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഒരു ശകലം പോലും വെള്ളം ചേർക്കേണ്ടതില്ല. അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വരും. നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, അതിലേക്ക് കോഴിയുടെ നെയ്യൊക്കെ ഇറങ്ങി വന്ന് നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ നീളനെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് പച്ചമുളക്, അതുപോലെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളി, അതുപോലെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർക്കാനുണ്ട്. അതായത് കറി മസാല നമ്മൾ ചേർത്തിട്ടില്ല, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഒരു 10 മിനിറ്റും കൂടി ഇത് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. കോഴിയുടെ ലിവറൊക്കെ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.